കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയുള്ള ലേഖനം വിശദീകരിച്ചും നിലപാടിൽ ഉറച്ചും ഡോക്ടർ ശശി തരൂർ എം പി കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെപ്പറ്റിയാണ് ലേഖനമെന്നും സംസ്ഥാന സർക്കാരിനെ എല്ലാ കാര്യങ്ങളിലും പിന്തുണച്ചിട്ടില്ല എന്നും തരൂർ വ്യക്തമാക്കി. ശശി തരൂരിനെ തിരുത്തി മുസ്ലിം ലീഗ് രംഗത്തെത്തി. കിൻഫ്രയും ഇൻഫോ പാർക്കും തുടങ്ങിയത് UDFന്റെ കാലത്താണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. തരൂരിനെ പരസ്യമായി തള്ളി കോൺഗ്രസ് നേതാക്കൾ ഇന്നും രംഗത്ത് വന്നു. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയുള്ള ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. പറഞ്ഞത് തിരുത്തിയില്ലെങ്കിലും അല്പം മയപ്പെടുത്തി ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തി. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോരിനുറച്ചു തന്നെ എന്ന പ്രഖ്യാപനം. തന്റെ ലേഖനം ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന പരിഹാസം. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല. ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച ശേഷം വ്യക്തിപരമായ അഭിപ്രായം പറയണമെന്ന് MM ഹസൻ. ഒരു പാർട്ടിയുടെ MP, കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. ശശി തരൂരിന്റെ നിലപാടിൽ മുസ്ലിം ലീഗിനും എതിർപ്പുണ്ട്. രാഷ്ട്രീയ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്നും പറയേണ്ട സ്ഥലത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ലീഗെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ 90% കിൻഫ്ര പാർക്കിനകത്താണ്. അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ഹൈക്കമാൻഡ് ഉൾപ്പെടെ ശശി തരൂരിന്റെ നിലപാടിനെ തള്ളി. കേരളത്തിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്തതാണ് തരൂരിന്റെ എതിർപ്പിന് കാരണമെന്നാണ് സൂചന. നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നവരും കോൺഗ്രസിലുണ്ട്. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇനിയും എഴുതാനുണ്ടെന്നുമാണ് ശശി തരൂരിന്റെ നിലപാട്. 24 തിരുവനന്തപുരം.